സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകളിലൂടെ വൈറലായ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. പാലക്കാട് കടമ്പഴിപ്പുറം പഞ്ചായത്ത് പാട്ടിമല വാർഡിലെ NDA സ്ഥാനാർത്ഥി ആര്യ സി വേട്ടക്കരയാണ് മനോഹരമായ പോസ്റ്ററുകളിലൂടെ ശ്രദ്ധ നേടുന്നത്. ബിരുദധാരിയായ രമ്യ കഴിഞ്ഞ തവണ ഏതാനും വോട്ടുകൾക്ക് BJP രണ്ടാം സ്ഥാനത്തായ വാർഡിൽ ഇത്തവണ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുക ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായിട്ട് ഓരോയിടത്തും പുരോഗമിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പലയിടത്തും പല ട്രെൻഡുകൾ ഉണ്ടാകുന്നു, പല സ്ഥാനാർത്ഥികളും വൈറലായി മാറുന്നു. അത്തരത്തിൽ പാലക്കാട് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ മത്സരിക്കുന്ന രമ്യ എന്ന സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയുടെ ഈ പോസ്റ്ററുകൾ മറ്റൊക്കെ നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുകയും അതൊന്ന് വൈറലായി മാറുകയും ചെയ്യുന്നുണ്ട്. ആ സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളുടെ കൂടെയുണ്ട്. ഈ പോസ്റ്ററുകളൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട്, കണ്ടല്ലോ? കണ്ടു. എങ്ങനെയാണ് കാണുന്നതിന്? വലിയ സന്തോഷമാണ്. സന്തോഷമായിരിക്കണോ. പിന്നെ ഒരുപാട് പേര് കമന്റ്സ് ഇടുന്നുണ്ട്, അതേപോലെ സെപ്പറേറ്റ് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്, വിജയിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു കോൺഫിഡൻ്റ് ആണ്. തീർച്ചയായിട്ടും. ഇതെങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇതെങ്ങനെ ഒരു ട്രെൻഡിങ്ങിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഇത്രയും വൈറലാവാനുണ്ടായ ഒരു സാഹചര്യം? അല്ല, അത് വേറെ ആൾക്കാർ പോസ്റ്റ് ചെയ്തത് അങ്ങനെ ഷെയർ ആയി പോയതായിരുന്നു. പക്ഷെ എന്തായാലും നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. NDA സ്ഥാനാർത്ഥികളൊക്കെ കുറെ ഗ്ലാമറസ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല. എന്ത് ചെയ്യാണ് രമ്യ? ഞാൻ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് കുറേ ആൾക്കാരായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ സ്ഥാനാർത്ഥി ആവാനുള്ള തീരുമാനം എടുക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? സ്ഥാനാർത്ഥി ആവാനുള്ള തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന്മാരും എല്ലാവരും സജീവമായിട്ട് സേവാഭാരതി പ്രവർത്തനങ്ങളും അതേപോലെ BJP കാര്യങ്ങളിലും എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്നവരാണ്. പിന്നെ പൊതുവെ 2010 തൊട്ടിട്ട് ഞാനും ഇലക്ഷനും കാര്യങ്ങൾക്കും എല്ലാത്തിനും വരാറുണ്ട്, നിൽക്കാറുണ്ട്, പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാറുമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇറങ്ങിയതാണ്. കുഞ്ഞിലെ മുതലേ സംഘശാഖയിലൂടെ ഞാൻ 6-ാം ക്ലാസ് തൊട്ടിട്ട് ശാഖയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ്. വേറെ 19-ാം വാർഡിലും കടമ്പഴിപ്പുറം പഞ്ചായത്തിലൊക്കെ എന്താണ് BJPയുടെ പ്രതീക്ഷ? ഇല്ല, ഇത്തവണ ഞങ്ങൾ പിടിക്കും. എന്ന് വെച്ചാൽ 2010 വെറും 7 വോട്ടിന് മാത്രമാണ് 7 വോട്ട് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യാസം വന്ന് വെറും 52 വോട്ടിനാണ് കഴിഞ്ഞ തവണ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വാർഡ്. അപ്പോൾ ഇത്തവണ അതിലൊരു മാറ്റം വന്ന് എന്തായാലും ഞങ്ങൾ പിടിക്കും. അതായത് 2010 ഈ ഒരു വാർഡിൽ 7 വോട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നീട് അത് കഴിഞ്ഞ തവണ 56 വോട്ടിന് 2-ാം സ്ഥാനത്തെത്തിയത്. ഇത്തവണ അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും ഞങ്ങൾ പിടിക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ പ്രധാനമായിട്ടും ചർച്ചയാക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ? നമ്മുടെ ഇവിടെ കഴിഞ്ഞ 25 വർഷമായിട്ട് CPM ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് വീടുകളാണെങ്കിലും അതേപോലെ നമ്മുടെ നാട്ടിലെ റോഡുകളാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതേപോലെ വഴിവിളക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും അവർക്ക് വേണ്ട ആൾക്കാർക്ക് മാത്രം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി അർഹതപ്പെട്ടവർക്ക് എന്തൊക്കെയാണോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. അതായത് ഇടതുപക്ഷം എപ്പോഴും അവരുടെ പാർട്ടിക്കാരെ മാത്രം നോക്കിയാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ അവരെല്ലാം പരിഗണിക്കുമെന്നുള്ളത്? തീർച്ചയായിട്ടും അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും. അത് ഒരു വാക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രചാരണമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് രാവിലെ ഇറങ്ങുന്നത്? ഞങ്ങളുടെ 2-ാം റൗണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കണം. കുഴപ്പമൊന്നുമില്ല, നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും, നല്ല സപ്പോർട്ടുണ്ട്. വിജയിക്കുമെന്ന് തന്നെയാണ്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. രമ്യയുടെ വിവരങ്ങളാണ് നമ്മൾ സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളാണ് പങ്കുവച്ചത്. കടമ്പഴിപ്പുറം പഞ്ചായത്താണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഭരണത്തിലേറുക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഞ്ചായത്തിൽ BJP മത്സര രംഗത്തുള്ളത്. ഒട്ടനവധി കടമ്പഴിപ്പുറത്തെ സർവീസ് സഹകരണ ബാങ്കിലെ CPM നടത്തിയ അഴിമതി ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ പൊതുജന സമക്ഷം വെച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒപ്പം പായില്യാങ്കുന്ന് ക്ഷേത്രത്തിൻ്റെയൊക്കെ ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളും മറ്റു വിഷയങ്ങളും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പൊതുജന സമക്ഷം വെച്ചുകൊണ്ട് തന്നെയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏതായാലും എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളതാണ് രമ്യ എന്ന 19-ാം വാർഡ് സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്.